പോക്കൂര് പണത്തിണ്ട്. പിന്നെ നമ്മൾ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഏതോ കേസില്. അതെ, എന്റെ ഇവിടെ അടുത്തുള്ള കേസിൽപ്പെട്ട് കിടക്കുന്ന എന്റെ ഒരു കുടുംബ വസ്തു വിൽക്കുന്ന കാര്യത്തിന് ഞാനിവിടെ വന്നിട്ടുണ്ട്. അല്ല, ഇവിടെ വെച്ചല്ല, പുറത്തെവിടെയോ വെച്ചാ. നല്ല പരിചയം, പക്ഷേ വ്യക്തമായിട്ട് അങ്ങോട്ട് ഓർക്കാൻ പറ്റുന്നില്ല. അതെ, പുറത്തു വെച്ചാണല്ലോ നമ്മൾ കണ്ടത്. എന്റെ വസ്തുവിന്റെ പേരിലുള്ള ബാധ്യതാ സർട്ടിഫിക്കറ്റ് തിരുത്താൻ പണം തരാൻ. അന്ന് ബാറിലിരുന്നപ്പോ സാറ് നല്ല ഫിറ്റായിരുന്നു. അതുകൊണ്ടാ വ്യക്തമായിട്ട് ഓർമ്മിക്കാത്തത്. അതാ. കരടച്ച എത്രയായി? 4200. ഇതാ, ഇതിരിക്കട്ടെ. വീട് പണി നടക്കുക, ഇടയ്ക്ക് ഞാൻ ഇനി ബുദ്ധിമുട്ടിക്കും. ഇത് നമ്മുടെ പിള്ളേർക്ക്. എന്നാ ഞങ്ങളങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. സന്തോഷായി. ബാറില് നേരെ രജിസ്റ്റർ ഓഫീസിലേക്കല്ലേ? രജിസ്ട്രാർക്ക് പടി കെട്ടിയിട്ടുണ്ട്. രജിസ്ട്രാർ ബുക്കുമായി രേവതി ഹോട്ടലിൽ വരും. അല്ല, അത് എടോ, സ്ഥല ഉടമകൾ 50 പേരുമില്ല. രജിസ്റ്റർ ഓഫീസിൽ ചെല്ലുന്ന എങ്ങനെയാ? അവിടെ ചില പുണ്യാളന്മാരുണ്ട്, പാര വെക്കും. അതെ അതെ, രജിസ്ട്രാർ ഇവിടെ വന്ന് രജിസ്ട്രേഷൻ നടത്തിയാലും അത് വാലിഡ് ആണല്ലോ. എന്നാ പ്രശ്നമില്ല. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, CA പ്രഭാകരൻ സാറിനെ യേശാ സാറിനെ പോലെയൊക്കെ നിലയും വിലയുള്ളവർ വേണം അറ്റസ്റ്റ് ചെയ്യാനും സാക്ഷി പറയാനും ഒക്കെ. നിങ്ങൾ ചുമ്മാ കിടന്ന് ഇങ്ങനെ പിടയ്ക്കാന്നേ. ഞാൻ ആദ്യമായിട്ടല്ലോ കള്ളപ്പണി നടത്തണേ. ഇവന്മാര് ഇവിടുന്ന് വന്നടാ. സാറിന് കോടതി പോയില്ലേ? അല്ല, എന്റെ കേസ് നാളെയാ. ഞാനിവിടെ വില്ലേജിൽ. ഇറങ്ങണ്ട, എനിക്കൊരു രജിസ്ട്രേഷൻ ഉണ്ട്. നിങ്ങൾ വിട്ടോ, ഞാൻ കുറച്ച് ബിസിയാ. എവിടെയോ എന്തോ ഒരു തകരാറുണ്ട്. നീ വണ്ടി വിട്. ഹലോ, രേവതി ഹോട്ടലല്ലേ? ഞാൻ ചാണ്ടിയ. സൈമൺ അല്ലേ? രജിസ്ട്രാർ വന്നോ? വേണ്ട, റൂമിലേക്ക് കണക്ട് ചെയ്യണ്ട. എനിക്ക് വേറൊരു റൂമോടെ വേണല്ലോ. ഓക്കെ. ബെറ്റ്സയെ വിളിച്ചിട്ട് ഔട്ട് ഓഫ് റേഞ്ച് ആണല്ലോ. ഇങ്ങോട്ടാ, ഞാൻ ട്രൈ ചെയ്യാം. ഷിബുവേ, നീ എവിടെയാ? ഞാൻ DC-ലാ. എന്താ എടാ, നിനക്ക് തേവരെയൊക്കെ നല്ല പരിചയമില്ല? അതെന്ത് ചോദ്യാ ചായ? പഞ്ചായത്ത് ഇലക്ഷൻ ഞാൻ അവിടെ നിന്നല്ലേ തോറ്റത്. എടാ, അവിടെ ഒരു കോശിയെ നിനക്കറിയാവോ? ഇലക്ട്രിക് കട നടത്തിപ്പൊളിഞ്ഞ. അങ്ങനെ ചോദിച്ചാ ബുദ്ധിമുട്ടാ. നമ്മുടെ പിള്ളേരവിടെയുണ്ട്, അവർക്കറിയാൻ പറ്റും. നീ അവിടെ ചെന്ന് അങ്ങനെ ഒരാളുണ്ടോ എന്ന് അന്വേഷിക്കണം. ഉണ്ടെങ്കിൽ അയാളുടെ വീട്ടിൽ ചെന്ന് അയാളെ കുറിച്ചൊന്ന് തിരക്കണം. ചുമ്മാ ഒന്ന് തിരക്ക്. എന്നിട്ട് നീ എന്നെ വിളിക്കേ. സർ, അതും കൂടെ പാർക്ക് ചെയ്യാം. ശരി സർ. വാ. അല്ല, രജിസ്ട്രാർ വന്നിട്ടില്ലേ? വരും. കോസ്റ്റൻ വന്നേ. വാ. എന്താ? ചുമ്മാ ഞാൻ കോഴ്സാന് വെറുതെ ഒന്ന് നോക്കിയതാ.
വാ. വാ കേറ്. രജിസ്ട്രാർ ഇപ്പൊ വരും. അതുവരെ നമുക്ക് കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാം. എന്താ രണ്ടുപേരും ബലം പിടിച്ച് ഹോട്ടായിട്ട് എന്തെങ്കിലും പറയട്ടെ, ഒന്ന് റിലാക്സ് ചെയ്യാൻ. മനസ്സുറക്കാൻ നല്ലതാ. വേണ്ട. ബീറെങ്കിലും വേണ്ട, കഴിക്കാറില്ല. എന്നാ ഞാൻ കഴിക്കാം. ആ ചാണ്ടിയ, നമ്മുടെ സ്ഥിരം ബ്രാൻഡ് 3 എണ്ണം. അല്ല, ഈ മദ്യപാനമായിട്ടൊക്കെ ഇരുന്ന രജിസ്ട്രാർ വരുമ്പോ വരട്ടെ, നിങ്ങളിരിക്കേ. അപ്പോ എന്ത് പറയുന്നു? എന്ത്? ചുമ്മാ ചോദിച്ചതാ. ഞാൻ നല്ല അന്തസ്സായിട്ട് കള്ളത്തരം നടത്തി ജീവിക്കുന്നവനാ. എന്റെ കൂടെ ഏർപ്പാട് നടത്തുന്നവർക്കും അതേ അന്തസ് വേണമെന്ന് എനിക്ക് നിർബന്ധ. ആ ഇരുമ്പനത്തെ അവന്റെ പേരനാടാ ജോസേ? ശ്രീകുമാർ. ആ ഇരുമ്പന ശ്രീകുമാർ ബാധ്യതയുള്ള ഒരു സ്ഥലം എന്റെ തലേ വെച്ച് തന്നപ്പോ അന്ന് അവന്റെ അണ്ണാക്ക് കയറ്റിവെച്ചൊന്ന് പൊട്ടിച്ചതാ. പിന്നെ ഇതുവരെ ഇതേ തൊടേണ്ടി വന്നിട്ടില്ല. എടാ, വാതില് തുറന്നു കൊടുക്ക്. റൂം ലോക്ക് ചെയ്തേക്ക്. യെസ് സർ. നിങ്ങൾക്കെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. ഇല്ല. അല്ല, ഈ രജിസ്ട്രാർ ഇപ്പൊ എത്തും. രജിസ്ട്രേഷൻ ഇവിടെ വെച്ചാക്കിയത് എന്തിനാണെന്നറിയാമോ? ഇത് നമ്മുടെ സ്വന്തം ഹോട്ടൽ പോലെയാ. ഇവിടെ എന്ത് നടന്നാലും പുറത്താരും അറിയില്ല. എണ്ണ ചിട്ടിയാരാ? സ്ഥലത്തിന് വേണ്ടിയാ? ഓ, ഇല്ലെന്ന് പറ. ആദ്യം ഇവരുടെ ഏർപ്പാടൊന്ന് തീർക്കട്ടെ. വരും രജിസ്ട്രാറേ. ഇതാ ഇലക്ട്രിക് കട നടത്തി പൊളിഞ്ഞ കോശാന്റെ വീട്. ആളിവിടെ ഇല്ലെങ്കിൽ അശ്വതി ബാറി കാണും. തണ്ണി കേസാ. ഞാൻ ഷിബു അരിയുകുറ്റി. ഇവിടെ ഇലക്ഷൻ നിന്ന കോശാനില്ലേ? ഇല്ല. എവിടെ പോയി? എന്താ? അല്ല, ഒരു കാര്യത്തിനായിരുന്നു. ഒരു ബന്ധുവിന്റെ കൂടെ പോയിരിക്ക. ഏതോ സ്ഥലമിടപാടിന്റെ കാര്യത്തിനാ. ഓ, ശരി. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ മോളെ? മാത്യൂസിന്റെ ഒരു കോടതി കാര്യത്തിന് വേണ്ടിട്ടാ കോശിയാന്റെ പേരും അഡ്രസ്സും കൊടുത്തത്. പ്രശ്നം വല്ലതും ഉണ്ടായ കോടതി പ്രൊട്ടക്ഷൻ തന്നോളും. എന്ന് വെച്ച് ഇന്ന് മുഴുവൻ കഥകടിച്ച് വീട്ടിലിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഷിബുവാ. ഹലോ. ഓഹോ, ഓക്കെ. കള്ളം പറഞ്ഞതാണല്ലേ? കുടിക്കില്ലാന്ന്. വാ വാ, അവര് വന്നിട്ടുണ്ട്. ഇത് കോശി, ഇത് മാത്യൂസ്. സാറ് വാ. നിങ്ങളിരിക്കെ.
ജോസേ, അല്ല, ആളെ കാണാതെ ഐ ഡി അറ്റസ്റ്റ് ചെയ്യാൻ അയാൾ പ്രശ്നമൊന്നും പറഞ്ഞില്ലേ? അദ്ദേഹം മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ആളാ. ദാ, ഇവിടെ ആ. ഒപ്പിടാൻ വരട്ടെ. ഷിബുവാ. ഹലോ. പരമനാറി. ഉപകാരത്തിന് പ്രത്യുപകാരം ചോദിക്കുക. ഞാൻ പാർട്ടി ഫണ്ടിലേക്ക് സംഭാവന കൊടുക്കണമെന്ന്. തുടങ്ങിക്കോ. വിൽപ്പനക്കാർ 50 പേര് എവിടെ? വരും. ഭുവന, ദാ. തുടങ്ങാം. ഇനിയും വേണമല്ലോ. ദാ. അങ്ങനെ അങ്ങ് പോയാലോ? അതെ, 3 ദിവസം കൊണ്ട് കിട്ടേണ്ട സാധനം ഒറ്റ ദിവസം കൊണ്ട് ശരിയാക്കി തന്നത് നാളെ തന്നെ നിന്റെ സ്ഥലം തീരെഴുതിക്കാനാണ്. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. ആ, നീ വലിയവനാടാ. നിങ്ങളും. എന്നാലും നിങ്ങൾ എന്നെ പറ്റിച്ചു. എന്നോട് കുടിക്കില്ലെന്ന് കള്ളം പറഞ്ഞില്ലേ? വിട്ടോ വിട്ടോ. ഹലോ, അതെ. ആണോ? ആ, പറ. ഓ ഓ ഹലോ, ചാണ്ടി സാർ.